ഹലോ ഗൈസ്, ദിസ് ഈസ് ബൊഗുവെ ചാനൽ. അപ്പോൾ വാഴ 2 കണ്ടു. ഫസ്റ്റ് തന്നെ പറയാം, ഒരു രക്ഷയില്ല പടം, ഒരു രക്ഷയില്ല. ഹാഷിർ, അലന്, വിനായക്, അജിന്, ആ ഒരു ഗ്യാങ്ങിൻ്റെ ഫുൾ ഫ്ലെഡ്ജഡ് സിനിമയാണ്. മസ്റ്റ് വാച്ചാണ്, വേറെ സംസാരമൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് വളരെ കോമഡി ആയിട്ട്, വളരെ ഫാസ്റ്റായിട്ട്, നല്ല നീറ്റായിട്ട് പോയിട്ട് സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഇമോഷണലും കണക്ഷനും ബോണ്ടിങ് ഒക്കെ തന്ന് ഒരു ഫാമിലി, ഫ്രണ്ട്സ്, ആ ഒരു സിറ്റുവേഷൻസ് കുറച്ച് കഴിഞ്ഞ് നമ്മളെല്ലാവരും മാറും എന്നുള്ള ആ ഒരു റിയലൈസേഷനൊക്കെ തന്നുള്ള ഒരു കിട്ടിലൻ റിലേറ്റബിൾ പടമാണ് വാഴ 2. അതിലെ മ്യൂസിക് ആവട്ടെ, ആൻഡ് സെവൻ എസ് എ പുള്ളിയുടെ ഡയറക്ഷൻ ഒരു രക്ഷയില്ല, നന്നായിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. ഒരു ബോറടിയില്ല. കാരണം വാഴ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, നിങ്ങൾക്ക് ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ തോന്നും. ബട്ട് വാഴ 2 ലാഗൊന്നും ഒരു സംഭവമേ ഇല്ല. ആഷിറേ, മുത്തേ, എന്തൊക്കെയാടാ ഈ കൊച്ചി കേരളത്തിൽ കാണുന്നത്? ആഷിർ ഒരു രക്ഷയില്ല, ആഷിർ ഒരു രക്ഷയില്ല സത്യം. ആഷിർ, അലന്, അജിന്, വിനായക് ഇവരൊക്കെ ഇൻസ്റ്റയിൽ കോണ്ടന്റ് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു ബോണ്ട്, അവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കും പെട്ടെന്ന്. അതുകൊണ്ട് അവർക്ക് ആ സിനിമയിലും ആ ഒരു ബോണ്ട് അഡാപ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റിയിട്ടുണ്ട്. സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാവും ആ ഒരു കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട്, ആ ഒരു കറക്റ്റ് കാര്യങ്ങൾ അവർ കണ്ണു കാണിക്കുമ്പോൾ എന്ത് മനസ്സിലാവുന്നു. പിന്നെ ആ ഒരു എല്ലാം കാണുമ്പോഴേക്കും അവർ ആ ഒരു സീനിനെ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. കോമഡി എന്ന് വെച്ചാൽ ഒരു ബോറും അടിക്കൂല, നന്നായിട്ട് അവർ കോമഡി ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് കാണാം സിനിമ. ആൻഡ് ഫീമെയിലായിട്ട് ഒരു ആക്ട്രസ് ഉണ്ട്. ആ ഒരു കോമ്പിനേഷൻ സീൻസുകളും കാര്യങ്ങളും നന്നായിട്ട് തന്നെ ഉണ്ട്. പാട്ടുകളൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റ് വാഴയിലെ മറ്റേ പാട്ട് ഹൃദയം മുറിയും ആ പാട്ട് ഇടുന്നുണ്ട്. എ ബനാനെ സോങ് ഇടുന്നുണ്ട്. ക്ലൈമാക്സ് ഒക്കെ അടിച്ച് പൊളിക്കണ ഒരു സാധനമൊക്കെ വരുന്നുണ്ട്. ക്ലൈമാക്സ് ഒക്കെ ഒരു ക്രോസ് ഓവറൊക്കെ വരുന്നുണ്ട്. കിട്ടിലാണ്. ആൻഡ് ഇപ്പോഴും ഇവിടെ നമ്മൾ നടന്ന കാര്യങ്ങൾ, റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ആൻഡ് മയക്കുമരുന്ന്, ഡ്രഗ്സിൻ്റെ ആ ഒരു കാര്യങ്ങൾ, സോഷ്യൽ ഇഷ്യൂസ്, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോകണം, ആ ഒരു റിയലൈസേഷൻ കാര്യങ്ങളും റിലേറ്റബിൾ കാര്യങ്ങൾ എല്ലാമായിട്ട് പക്ക ഒരു ഞാനെ കണ്ടു എന്നുള്ള സിറ്റുവേഷൻ. ആ ഇമോഷണൽ സീൻസൊക്കെ കരയിപ്പിച്ച് കളഞ്ഞു. അത്രയ്ക്ക് നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു. ഫാമിലി ഇമോഷൻസ്, അപ്പ ഇമോഷൻസ്, ഫ്രണ്ട്സ് ഇമോഷൻസ്, ബോണ്ടിങ്, കണക്ഷൻ വേറെ ലെവൽ. പിന്നെ യു കെയിലും കുറേ റിയലൈസേഷൻ പാർട്ടൊക്കെ പറഞ്ഞു. അലൻ യു കെയിലും അങ്ങനെ നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. ഇവരിങ്ങനെയൊക്കെ പോകുമ്പം അവിടെ നൈറ്റ് ലൈഫ് ഒന്നുമില്ല, ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് കുറേ റിയലൈസേഷൻ പരിപാടികളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആഷിറിനെ കുറിച്ച് എനിക്ക് പറയാനില്ല. ആഷിറിൻ്റെ സ്റ്റണ്ട് ആയാലും കോമഡി ആയാലും വേറെ ലെവൽ. ഫുള്ളായിട്ട് ആഷിർ സ്കോറാണ്, അമ്മാതിരി സ്കോറാണ്. കാരണം ഇവരെല്ലാവരും ഒരുമിച്ച് നടക്കുന്നതുകൊണ്ട് ഇവർക്ക് ആ ഒരു കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അമീനും ഗ്യാങ്, അമീന്, നിഹാല്, ഇവരും ഗ്യാങ്, അവരും കുറേ സീൻസിൽ ഇതിൽ വരുന്നുണ്ട്. സൂപ്പറായിട്ട് തന്നെ ആ കണക്ഷൻ. ആ ക്ലൈമാക്സിലൊക്കെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ക്രോസ് ഓവർ ഫൈറ്റ് സീന്, അത് നിങ്ങൾ നല്ലൊരു സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു തിയേറ്ററിൽ കണ്ടാൽ കിട്ടില്ലനായിരിക്കും. ഞാൻ എന്തുകൊണ്ടാണ് വീട്ടിൽ പോകാതെ ഇത്രയും പെട്ടെന്ന് ഇടുന്നത്? എനിക്ക് ആഷിറിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് പെട്ടെന്ന് തന്നെ റിവ്യൂ വരണം, ആഷിറേ. കാരണം ഞാൻ കോണ്ടന്റ് ഒക്കെ ഇടുമ്പം ആഷിറിൻ്റെ കോണ്ടന്റ് ഒക്കെ നോക്കുന്ന ആളാണ്. ആഷിറൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്? കാരണം റിലേറ്റബിൾ സാധനങ്ങളാണ് ആഷിറൊക്കെ തരുന്നത്. അതുപോലെ തന്നെ സാബിറുണ്ട്, പിന്നെ ശബരിയുണ്ട്, എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉൾപ്പെടുന്ന ഒരു യൂണിവേഴ്സ് സിനിമയാണ് വാഴ 2. സംഭവം വേറെ ഒന്നുമില്ല, പടം സൂപ്പർ ഹിറ്റാകും, അതിൽ വേറെ സംശയമൊന്നുമില്ല. കിട്ടിലും പടം വന്നിട്ടുണ്ട്. ആഷിർ ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടുള്ള ആഷിറിൻ്റെ ഉമ്മ വളർത്തിയ മോൻ സിനിമയിൽ പോവുകയാണ് ഇപ്പം കഴിച്ചിട്ട് പോടാ. ആ ഒരു സത്യം നല്ലൊരു മീൽ, ഒരു ബിരിയാണി ഉച്ചയായി കഴിച്ച ഫീലാണ് എനിക്ക്. ഞാനാണ് ഇപ്പൊ തന്നെ ഈ കാറ്റത്തിരുന്ന് സമാധാനമായിട്ട് എനിക്ക് സിനിമയെ കുറിച്ച് പറയണമെന്നുണ്ട്. മസ്റ്റ് വാച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ ഫാമിലി ആയിട്ട് പോയി കിടിലനായിട്ട് കണ്ടിട്ട് വരാൻ പടം. സൂപ്പർ പടം. നല്ല മൊമെന്റ്സ് ഉണ്ട്, നല്ല കോമഡീസ് ഉണ്ട്. പടം നല്ല ഫാസ്റ്റിൽ പോകണം. പിന്നെ ഇമോഷണൽ കണക്ഷൻ ഉണ്ട്, റിലേറ്റബിൾ സീൻസ് ഉണ്ട്, പാട്ടുകളുണ്ട്. വേറെ ലെവൽ പടം. നിങ്ങൾ മസ്റ്റായിട്ട് പോയി കണ്ടോ. സൂപ്പർ പടം. ഞാൻ ഒരുപാടൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. ഇതിൽ വിജയ് ബാബു ഉണ്ട്, അജു വർഗീസ് ഉണ്ട്, ബിജു ഉണ്ട്, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ്. അൽഫോൻസ് പുത്രനുണ്ട്. അൽഫോൻസ് പുത്രൻ്റെ കുറേ സീനൊക്കെ ഉണ്ട്. കിടിലൻ പോലീസ് സീനാണ്, സൂപ്പർ സീനാണ്. ഒരു മെസ്സേജ് തരുന്ന ആ ഒരു കിടിലൻ സീൻസും
പിന്നെ സ്കൂൾ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നുള്ള ആ റിലേറ്റബിൾ സീൻസ് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും സ്കൂളിൽ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. മൊത്തത്തിൽ മസ്റ്റ് വാച്ച് തന്നെയാണ് വാഴ 2.